പെന്തക്കോസ്തുകാരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഒരുപാട് പേർ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഫണ്ടിങ്ങിനെ പറ്റിയാണ്. എങ്ങനെയാണ് പെന്തക്കോസ്തുകാർ ഇങ്ങനെ ഫണ്ടിങ് ചെയ്യുന്നത്? അതായത് എങ്ങനെയാണ് അവർക്കിതിനും മാത്രം പണമുണ്ടാകുന്നത്? അവർ നോർത്ത് ഇന്ത്യയിൽ പോകുന്നു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോകുന്നു, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതും കോടികളുടെ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നു. ആശുപത്രികൾ, കോളേജുകൾ, സ്കൂളുകൾ, ഓർഫനേജുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവം മുകളിൽ നിന്ന് താഴേക്ക് പണം ഇട്ട് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ. ഞാൻ നേരിൽ കണ്ട എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഫണ്ടിങ് എന്ന് പറയുന്നത് കേരളത്തിന് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. പ്രത്യേകിച്ച് അമേരിക്ക, UK, ഗൾഫ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന്. അതെങ്ങനെയാണ് ഫണ്ട് വരുന്നത് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ഗ്രാമങ്ങളിൽ വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മുടെ ചർച്ചകളിൽ കൊണ്ടുവരും. അവർ കരയുന്നതും അവരുടെ വിഷമങ്ങളും അവരുടെ വീടും അവരുടെ കൂരയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോസ്, വീഡിയോസ് എടുക്കും. അതെല്ലാം കൂടെ ഒരു പ്രൊഫൈൽ പോലെ, ഒരു പോർട്ട്ഫോളിയോ പോലെ തയ്യാറാക്കുന്നു. അതുമായിട്ട് അമേരിക്കയിലോ ഗൾഫിലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇത് ഒന്നെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ പോലെ ഒരു PDF ആയിട്ടോ അവിടെയുള്ള വിദേശികളെ, അവിടെ വിദേശത്തുള്ള മലയാളികളെ, ഒരുപാട് ആളുകളെ കാണിക്കുന്നു. അവർ ചിലപ്പോൾ പറയുന്നു ഞാൻ 2 ലക്ഷം രൂപ തരാം, ചിലർ പറയുന്നു 10 ലക്ഷം രൂപ തരാം, ചിലർ 1 കോടി രൂപ, 2 കോടി രൂപ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ മുമ്പിലോട്ട് വരുന്നു. ഒരു ചർച്ചിൽ 1000 പേരുണ്ടെന്ന് വിചാരിക്കുക. അവരെല്ലാവരും കൂടെ 1 ലക്ഷം രൂപ വെച്ചിട്ട് തന്നാൽ പോലും ഒരു നല്ലൊരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് വരും. ഇങ്ങനെയാണ് നല്ല രീതിയിലൊരു ഫണ്ടിങ് നടക്കുന്നത്. ഈ ഫണ്ടിങ്ങിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന കുറച്ച് തന്ത്രങ്ങളുണ്ട്. ഞാൻ ഒരുപാട് തവണ ഇതുപോലുള്ള മീറ്റിങ്ങുകൾക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഫോട്ടോസ് എടുക്കുമ്പോൾ ആദ്യമേ തന്നെ അവർ പറയും, ഈ ആളുകൾ കരയുന്നത്, കണ്ണീരൊപ്പുന്നത്, അവരെ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്തൊക്കെ പിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കുന്നത്. അല്ലാതെ ആ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് അല്ല മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ പോലും ആളുകൾ നെഞ്ചത്തടിച്ചിങ്ങനെ കരയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം പിന്നീട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ചിലപ്പോൾ ഇന്ത്യയിൽ പോലും അവൈലബിൾ അല്ല. അത് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും. ഇന്ത്യയിലത്തെ ആളുകൾ ചെക്ക് ചെയ്യാൻ പോലും പാടില്ല. അത് ആ രീതിയിലാണ് അതിൻ്റെ കണക്കുകൂട്ടലുകൾ പോലും. അതായത് ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻ്റെ പേരായിരിക്കില്ല ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ അറിയുന്ന ആ ഓർഗനൈസേഷൻ്റെ പേര്. അപ്പം ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന ഒരുപാട് ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ്, 30-40 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ള ഈ ക്രിസ്ത്യാനികൾ, അതായത് പെന്തക്കോസ്തുകാർ, അവിടെ പോയിട്ട് ഒരു ചെറിയ സ്കൂൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഓർഫനേജ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ആശുപത്രി തുടങ്ങുന്നു. അങ്ങനെ അത് വളർന്ന് വലുതാവുന്നു. ഇന്ന് കോടികളുടെ ആസ്തി, 300, 400, 500 കോടിയുടെയൊക്കെ ആസ്തിയുള്ള വലിയ സ്കൂളുകളായിട്ടും വലിയ ആശുപത്രികളായിട്ടും വലിയ ഓർഫനേജുകളായിട്ടും വളരുന്നു. അങ്ങനെ 5-6 സ്കൂളും 10-50 വണ്ടികളും ഒക്കെ ഉള്ള പെന്തക്കോസ്തുകാർ, ക്രിസ്ത്യാനികൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. ഒരുപാട് പേരെ നേരിട്ട് പറയാം. അവർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു റിപ്പൻറ്റ്. നിങ്ങൾ മാറേണ്ട സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ പുറം ലോകത്തെ ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കും. എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷനുകളും രജിസ്റ്റർ ചെയ്യുന്നത് ട്രസ്റ്റ് എന്ന പേരിലാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പം ടാക്സിൽ വലിയ രീതിയിലുള്ള ഇളവുകളുണ്ടാകും. കോടികൾ സമ്പാദിച്ചാലും നല്ലൊരു ഓഡിറ്ററിനെയൊക്കെ വെച്ച് നല്ല രീതിയിൽ അതിൻ്റെ ഇടപാടുകളൊക്കെ ഒന്ന് സർക്കാരിനെ കാണിച്ചു കഴിഞ്ഞാൽ ടാക്സ് പോലും അടയ്ക്കേണ്ടി വരത്തില്ല. നല്ലൊരു എമൗണ്ട് പോക്കറ്റിലിരിക്കും. എല്ലാ പാസ്റ്റർമാരും വീടുകളിൽ കുട്ടികളെ എടുത്ത് വളർത്തും. പ്രത്യേകിച്ച് ഈ ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ വഴിയിൽ കടന്ന് കിട്ടുന്ന കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തം മക്കളെ പോലെ വളർത്തും. പക്ഷേ ആ മക്കളെ സ്വന്തം മക്കളെ പോലെ ട്രീറ്റ് ചെയ്യാറുമില്ല. അവരെ വല്ലവൻ്റെ മകനായിട്ടും മകളായിട്ടും ഒക്കെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. കല്യാണം കഴിപ്പിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ വളർത്തുമ്പോൾ പോലും അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ്റെ ലെവൽ അനുസരിച്ച് പോലും അവരെ ഒരു അനാഥ കുട്ടിയെ ഞാൻ നിന്നെ വെറുതെ എടുത്ത് നോക്കുന്നു എന്ന രീതിയിലായിരിക്കും അവരെ വളർത്തുന്നത് പോലും. ശേഷം സംഭവിക്കുന്നത് ഈ കുട്ടികളെ വെച്ചിട്ട് അവർ മാർക്കറ്റിംഗ് ചെയ്യും. ഇവരുടെ ഫോട്ടോസ്, ഇവരുടെ വീഡിയോസ്, ഇവർ ഓർഫനാണെന്നും ഇവരെ ഞങ്ങൾ എടുത്തു വളർത്തുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് വിദേശികളോട് പറഞ്ഞ് പണം വാങ്ങിക്കും. അവർ എഡ്യൂക്കേഷന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേറൊരു സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അറിയാവുന്നൊരു വ്യക്തി ഒരു മാസിക, ഒരു മാഗസിന്, പുറത്തുള്ളൊരു മാഗസിൻ കാണുകയുണ്ടായി. പുള്ളിക്ക് ഇന്ത്യയിലിരുന്നാണ് കണ്ടത്. ആ മാഗസിനകത്ത് ഒരു വാർത്തയാണ് ഇങ്ങനെ, അതായത് വളരെ
കഷ്ടപ്പാടുള്ള, അതായത് അനാഥ കുട്ടികൾ വസിക്കുന്ന ഒരു സ്ഥലം. അവിടെ അനാഥ കുട്ടികളായിട്ട് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ്. ആ കുട്ടികൾക്ക് കേൾവിയില്ല, പിന്നെ എന്തൊക്കെയോ വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഈ മാഗസിൻ കണ്ട ആളുടെ ഫോട്ടോ തന്നെയാണ് ആ മാഗസിനിലുണ്ടായിരുന്നത്. അതായത് സ്വന്തം ഫോട്ടോ കണ്ടിട്ട് ഞാൻ എപ്പോഴാണ് കേൾവിയില്ലാത്തവനും കാഴ്ചയില്ലാത്തവനും വൈകല്യമുള്ളവനുമായി മാറിയത് എന്നുള്ളൊരു ഞെട്ടൽ വരെ ഉണ്ടാകുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ റിയൽ സംഭവമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഈ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ട്. പെന്തക്കോസ്ത് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് എൻ്റെ കയ്യിലുള്ളത് ഇവരെ പറ്റിയാണ്. ബാക്കിയുള്ള വിഭാഗങ്ങൾ ഏറ്റവും നല്ലതാണെന്നും പെന്തക്കോസ്തുകാർ വളരെ തറയാണെന്നും അല്ല പറഞ്ഞു വരുന്നത്. എല്ലാവരും കണക്കാണ്. അതിനകത്ത് സീറോ മലബാർ ആയാലും കത്തോലിക്കരായാലും യാക്കോബയായാലും CSI ആയാലും AG ചർച്ചുകളായാലും TPM പ്രൊട്ടസ്റ്റൻറ്റുകാരൊക്കെ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു തീവ്രവാദ സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. ഈ പെന്തക്കോസ്തുകാരുടെ കല്യാണങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവരവരുടെ ജാതിയിലുള്ള ആളുകളെ മാത്രമേ കല്യാണം കഴിക്കും. ജാതി എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ഈ കാസ്റ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പെന്തക്കോസ്ത് ആയിരിക്കണം. ആ പെന്തക്കോസ്റ്റിനകത്ത് IPCക്കാരാണെങ്കിൽ IPCക്കാരെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കാറുള്ളൂ. TPM ആണെങ്കിൽ അവരങ്ങനെ, AGക്കാരാണെങ്കിൽ അവരങ്ങനെ, കത്തോലിക്കരാണെങ്കിൽ അവരങ്ങനെ. അവരുടെ ആളുകളെ മാത്രമേ അവർ കല്യാണം കഴിക്കാണ്ട് മോസ്റ്റ്ലി സമ്മതിക്കാറുള്ളൂ. അഥവാ വേറൊരു മതത്തിലോ ജാതിയിലോ പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചർച്ചിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം ആലോചിച്ചെന്ന് വിചാരിക്കാം, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ കല്യാണമാണ് ആലോചിച്ചെന്ന് വിചാരിക്കാം, ഞാനൊരു വിശ്വാസിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിശ്വാസിയാണോ, ദൈവ ചിന്തയിൽ വളർന്ന ദൈവവിശ്വാസത്തിൽ വളർന്ന ഒരു കുട്ടിയാണോ എന്നല്ല ചിന്തിക്കുന്നത്. ഇവരാദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? നമ്മുടെ കൂട്ടരാണോന്ന്. നമ്മുടെ കൂട്ടരാണോന്ന് ഇൻ ദ സെൻസ് അവർ ഉദ്ദേശിക്കുന്ന റേസിസം തന്നെയാണ്. ക്രിസ്ത്യനിൽ തന്നെ ജാതി പറയുന്ന, ജാതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. നമ്മുടെ കൂട്ടരാണോ എന്ന ചോദ്യം ചോദിക്കുന്ന പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഹിന്ദു മതത്തിലും മാത്രമല്ല ഈ ജാതി പറച്ചിലുള്ളത്. ജാതിയെ വളരെ വളരെ വലിയ രീതിയിൽ അതിനെ വിശ്വസിക്കുന്ന, അത് മാത്രമേ ശരിയെന്ന് വിശ്വസിക്കുന്ന, അവരെ മാത്രമേ ബന്ധങ്ങൾ ഏർപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒരു പള്ളിയിലച്ചൻ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായി. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിലും മാത്രമുള്ളൊരു കാര്യമാണോ? എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്. ഒരു പെന്തക്കോസ്തുകാരനെ കല്യാണം കഴിച്ച ഒരു ഹിന്ദു യുവതിയാണെന്ന് വിചാരിക്കാം. അവരെങ്ങനെയൊക്കെയോ അവരുടെ കല്യാണം അവർ വീട്ടുകാരെ സമ്മതിച്ചു, അവർ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി വീട്ടിൽ കയറണം എന്നുണ്ടെങ്കിൽ പെന്തക്കോസ്ത് രീതിയിൽ കല്യാണം നടക്കണം, ഒന്നാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യം, ആ പെൺകുട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ ദൈവം പ്രതിമയാണ്, നിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ വിഗ്രഹങ്ങളെ പോലെ ആവുന്നു, അതിന് കാതുണ്ട് കേൾക്കില്ല, കൈയുണ്ട് അനങ്ങില്ല, കണ്ണുണ്ട് കാണില്ല, വായുണ്ട് സംസാരിക്കില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഹിന്ദു ചെക്കനെയോ അവർ പെന്തക്കോസ്തുകാരാക്കും. ക്രിസ്ത്യാനികൾ നോർമൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് ചേർക്കും. പിന്നെ ആ മാലയും കമ്മലും എല്ലാം ഊരിപ്പിച്ച് അവളെ എല്ലാ സ്വഭാവങ്ങളും മാറ്റി, അവളുടെ എല്ലാ ഫ്രീഡങ്ങളും നിർത്തിച്ച് ഒരു ദൈവ പൈതലാക്കി മാറ്റും. അതായത് ഒന്നിനും കൊള്ളാത്ത വെറും മന്ദബുദ്ധിയാക്കി മാറ്റും. എനിക്കറിയാവുന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചത് വളരെ 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 ശോകം ഒരു സംഭവമാണ്. അതായത് അവളുടെ അമ്മയ്ക്ക് ഷുഗർ കയറി വലിയ രീതിയിൽ ഭയങ്കര സീരിയസായി. അവളുടെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. അവളുടെ അച്ഛൻ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിയാണ്. ഈ വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയും അച്ഛനും എത്ര വലിയ അസുഖം വന്നാൽ പോലും അവർ മരുന്ന് കഴിക്കില്ല, അവർ പ്രാർത്ഥിച്ചേ മാറ്റൂ. അവർ രോഗങ്ങൾ മാറ്റുന്നത് ഉപവാസം എടുത്തോ അല്ലെങ്കിൽ വലിയൊരു പ്രാർത്ഥന വെച്ചിട്ടോ അങ്ങനെയൊക്കെയായിരുന്നു അവർ രോഗങ്ങൾ മാറ്റുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ഷുഗർ കയറി വലിയ സീരിയസ് ആയപ്പോഴും അവർ ഇതേ വിശ്വാസം തന്നെ തുടർന്നു. ഏറ്റവും അവസാനം അവരുടെ വിശ്വാസം അവരെ ആശുപത്രി വരെ പോലും എത്തിച്ചില്ല, അതിനു മുമ്പ് മരിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ, ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്. ആശുപത്രിയെ ബഹിഷ്കരിക്കുന്ന, ശാസ്ത്രത്തെ ബഹിഷ്കരിക്കുന്ന, എഡ്യൂക്കേഷനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്ത, മറ്റുള്ളവരെ ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലും കാണുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻസിലുണ്ട്, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ട്. ഈ പെന്തക്കോസ്തുകാർ അവർ ആഭരണങ്ങൾ എടുത്തില്ല.
കമ്മൽ, മാല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ബഹിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം പറയട്ടെ, ഇവർ ഉപയോഗിക്കുന്ന വസ്തുക്കളിലേക്ക് വില അറിയാമോ? ഇവിടെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും ഇടുന്ന ഡ്രസ്സ് ഏകദേശം ഒരു 50,000-60,000 രൂപ ആയിരിക്കും. 1,00,000 രൂപയുടെ വരെ പോകാം, ചിലപ്പോൾ അതിന് മുകളിൽ പോകാം. അവരുപയോഗിക്കുന്ന ഫോണ് നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കത്തില്ല, 10,000 രൂപയുടെ ഫോൺ ആയിരിക്കത്തില്ല, 1,00,000 രൂപയുടെ 1,50,000 രൂപയുടെ ഫോണായിരിക്കും. അവരുടെ വണ്ടി നല്ല വിലയുള്ളതായിരിക്കാം. അവർ വീട് വെക്കുമ്പോൾ 1 കോടി രൂപ വരെയുള്ള വീടുകൾ വെക്കും, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതും വെക്കും. പക്ഷേ പുറമേ നോക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ഒരു ആഭരണമില്ല, മാലയില്ല, കമ്മലില്ല, ഒന്നുമില്ല. പക്ഷേ ഇവർ കൊടുക്കുന്ന സാരി 15,000-20,000 രൂപയുടെ ആയിരിക്കും. ഡ്രസ്സുകൾ അതിനനുസരിച്ചുള്ളതായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. അവരുടെ ഗാഡ്ജറ്റ്സ് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അവരുടെ വീട് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അവരുടെ വാഹനം വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളതായിരിക്കും. ബഹിഷ്കരിക്കുമ്പം എല്ലാം ബഹിഷ്കരിക്കണം. അല്ലാതെ ആഭരണം മാത്രം ബഹിഷ്കരിച്ചിട്ട് ബാക്കിയുള്ളതിനകത്തുള്ള എക്സ്പെൻസീവ് നോക്കുന്നത് വെറും തെമ്മാടിത്തരമല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ഡബിൾ ഫാദർ സിൻഡ്രം എന്നൊക്കെ ഇതിന് പറയും. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ അണ്ടറിൽ നിന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം ഞാൻ പറയട്ടെ. ഈ കുമ്പനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു കൺവെൻഷൻ നടക്കും. ഈ കൺവെൻഷനിൽ ഓരോ വർഷവും 500 സഭകളോ 1000 സഭകളൊക്കെ ഉണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള എണ്ണം അറിയില്ല. ഈ സഭകൾക്കെല്ലാം കൂടെ മെയിനായിട്ടൊരു പ്രസിഡൻ്റ് ഉണ്ടാവും, IPCയുടെ ജനറൽ പ്രസിഡൻറ്റ്. അതിന് സെക്രട്ടറി ഉണ്ടാവും. ഒരു പൊളിറ്റിക്സ് പോലെ തന്നെയാണത്. അപ്പോൾ ഈ IPCക്കാരുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു എലക്ഷൻ നടക്കും. ഈ എലക്ഷൻ നടക്കുമ്പം നമ്മുടെ നാട്ടിൽ എലക്ഷൻ്റെ സമയത്ത് ഓരോരുത്തരുടെ വീടുകൾ കയറി പ്രചരണം നടത്തുന്ന പോലെ, കൈക്കൂലി കൊടുക്കുന്നത് പോലെ, കിറ്റും സാരിയും പൈസയൊക്കെ വിതരണം ചെയ്ത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് പോലെ ഓരോ പെന്തക്കോസ്തുകാരൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നെ പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുന്ന ആളുകൾ വരെ, പാസ്റ്റർമാർ വരെ ഈ കുമ്പനാടിലുണ്ട്. അതിനകത്ത് കുമ്പനാട്ട് നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും കൊള്ളയുടെയും കള്ളത്തരങ്ങളുടെയും എല്ലാത്തിൻ്റെയും ദൃക്സാക്ഷികൾ സകല പെന്തക്കോസ്തുകാർ തന്നെയാണ്. പെന്തക്കോസ്തുകാർ തന്നെ, അവരുടെ വിശ്വാസികൾ തന്നെ ഇതിനെ എതിർത്തതും ഇതിനെതിരെ സംസാരിച്ചതുമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ ജനറൽ പ്രസിഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആവുന്നത് പോലെ എന്തോ ഒന്നാണെന്നാണ് ഇവരുടെ വിചാരം. അതായത് എല്ലാ പെന്തക്കോസ്തുകാരുടെയും തലപ്പത്തിരിക്കുന്ന ഒരു പ്രഥമ പുരുഷനായിട്ട് ഒരാൾ മാറുന്നത് ഇവരുടെ വിചാരത്തിൽ വലിയൊരു പൊളിറ്റിക്സ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പഞ്ചായത്തുകൾ ചേർന്നിട്ട് ഒരു മണ്ഡലം ഉണ്ടാകുന്നത് പോലെ ഒരുപാട് ചർച്ചുകൾ ചേർന്നിട്ട് അതിനൊരു സെൻറ്ററുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പെരുമ്പാവൂർ മണ്ഡലമാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ പെരുമ്പാവൂർ സെൻറ്റർ, ആ സെൻറ്ററിനകത്ത് ഒരുപാട് ചർച്ചുകളുണ്ടാവും. ആ ചർച്ചിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാസ്റ്റർ ഉണ്ടാകും. അതാണ് സെൻറ്റർ പാസ്റ്റർ. ഈ നല്ല പണമുള്ള, നല്ല പുത്തനും നല്ല പൈസയൊക്കെ ഉള്ള, വിദേശത്ത് ജോലിയുള്ള ആളുകളൊക്കെ ഉള്ള ചർച്ചുകളിലേക്ക് ഓരോ പാസ്റ്റർമാരെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ പാസ്റ്റർമാർ കൈക്കൂലി വാങ്ങിക്കും. അതായത് ഓരോ ചർച്ചിലെ പാസ്റ്റർമാരും ഏകദേശം 3 മുതൽ 4, 5 വർഷങ്ങൾക്ക് വരെ ഒരു ചർച്ചിൽ ഇരിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ അവർ ട്രാൻസ്ഫർ ആവണം. ഈ 3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പം ഇവർക്ക് ഏത് ചർച്ച് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശമില്ല. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ ചർച്ചുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ചർച്ചിൽ നല്ല പണമുള്ള ചർച്ചുകളുണ്ടാവും. അതായത് നല്ല കോടീശ്വരന്മാരും ഗൾഫുകാരും വിദേശത്ത് ജോലിയുള്ളവരൊക്കെ ഉള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ചർച്ചുകളുണ്ടാവും. അവിടെ നല്ല സ്തോത്രകാഴ്ച ഉണ്ടാവും. എല്ലാ ഞായറാഴ്ചയും 10,000, 20,000, 30,000, 1,00,000, 2,00,000 ഒക്കെ വരെ കിട്ടുന്ന ചർച്ചിലുണ്ടാവും. അതേസമയം തന്നെ 10, 300, 400 വരെ അത്രയും രൂപ തുച്ഛമായ പൈസ വരെ കിട്ടുന്ന ചർച്ചുകളുമുണ്ട്. അപ്പോൾ ഒരു പാസ്റ്ററിന് ഇപ്പോൾ ആ ഒരു ചർച്ച് ഇങ്ങനെ കോടികൾ നല്ല പൈസ കിട്ടുന്നൊരു ചർച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ MLA പോലെയുള്ള, അതായത് MLAക്ക് തുല്യനായിട്ടുള്ള ഒരാളാണ് ഈ സെൻട്രൽ പാസ്റ്റർ. ഇയാൾ വിചാരിക്കണം ആ ചർച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ പറയും, പാസ്റ്ററെ ഒരു 25,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയൊക്കെ തരുവാണെങ്കിൽ ഞാൻ ഇന്ന ചർച്ച് എടുത്ത് തരാം. അപ്പോൾ എന്ത് പറ്റും? ഈ പാസ്റ്ററിനെല്ലാം പൈസ ഉണ്ടെങ്കിൽ നല്ല പണക്കാരുടെ ചർച്ച് കിട്ടും, പൈസ ഇല്ലെങ്കിൽ പാവപ്പെട്ട ചർച്ചിലോട്ട് പോകേണ്ടി വരും. അപ്പം ഇഷ്ടം പോലെ പുത്തൻ കിട്ടുമല്ലോ. 25,000 പോയാലെന്താ, 3 വർഷം കൊണ്ട് നല്ല ഫണ്ട് ഉണ്ടാക്കാം. പാസ്റ്റർമാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാസ്റ്റർമാർ ഓരോ കല്യാണത്തിന് പോകുമ്പം 2,000, 3,000, 5,000, ഒരു പ്രാർത്ഥനയ്ക്ക് 300 രൂപയും 400 രൂപയൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ചുമ്മാ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് മേടിക്കുന്ന പണമാണ് ഇതൊക്കെ. ഒരു ജോലിയും കൂലിയും ഇല്ലെങ്കിലും ചുമ്മാ തിന്നും എടുത്ത് വയറും വീർപ്പിച്ച് നടക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പൈസ മേടിക്കുന്നത്. ഒരു ശവടക്കിന് പോയ പൈസ, ഒരു കുട്ടി അമേരിക്കയ്ക്ക് വിദേശത്ത് പഠനത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് പൈസ, ഒരു വാഹനം കിട്ടിയാൽ അതിന് പ്രാർത്ഥിക്കുമ്പോൾ പൈസ, എന്തൊക്കെ കാര്യങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്നത്. ഈ ഉസ്താദുമാരും പൂജാരിമാരും എല്ലാവരും ചെയ്യുന്ന അതേ സെയിം കാര്യം തന്നെ. അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ട് ഇവർക്ക്. ഈ ചർച്ചുകളിലാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു ചർച്ചാണെന്ന് വിചാരിക്കുക. എൻ്റെ ചർച്ച് അത്യാവശ്യം പഴക്കമുള്ള വലിയൊരു ചർച്ചായിരുന്നു.
ഇപ്പം ഞാൻ ചർച്ചിൽ പോകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ചർച്ചിൽ തന്നെ ഒരു ഗ്രൂപ്പിസമുണ്ട്. അതായത് പണക്കാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ്. ആ പണക്കാരിൽ തന്നെ ഗൾഫുകാരുടെ വീടുകളെല്ലാം കൂടെ ഒരു പക്ഷം, അമേരിക്കക്കാരുടെ ആളുകളെല്ലാം കൂടെ ഒരു പക്ഷം, പിന്നെ അതിലും പാവപ്പെട്ട ആളുകൾ തമ്മിലുള്ള വേറൊരു പക്ഷം. അങ്ങനെ ജാതി തന്നെ ഈ ചർച്ചിനകത്ത് തന്നെ വലിയൊരു ഗ്രൂപ്പിസം ഉണ്ട്. UDFൻ്റെ കാര്യം പറഞ്ഞ പോലാണ്. അങ്ങനെ കുറച്ച് പേര്, അതായത് അങ്ങനെ ഇങ്ങനെ മാറി എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതിനകത്ത് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ തമ്മിൽ അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചർച്ചിനകത്ത് ഉണ്ടാക്കുക. ചിലപ്പം മേശയും കസേരയൊക്കെ എടുത്ത് പാസ്റ്റിനെ തല്ലുന്ന വീഡിയോസ് വരെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രോഗശാന്തി പരിപാടികൾ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ട്രാൻസ് സ്റ്റേജിൽ എന്തൊക്കെയോ പറയുന്നത് ഇപ്പോഴും, അതായത് സ്ലിപ്പ് ടങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സയൻറ്റിഫിക് റീസൺസ് ഈ അന്യഭാഷയുടെയൊക്കെ പുറകിലുണ്ട്. അതാണ് ഈ കൈയടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിന് സയൻറ്റിഫിക് പ്രൂഫ് തന്നാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജീസസ് ലവ്സ് യു, യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു നിൻ്റെ പാപം ക്ഷമിക്കും, ഒരു ദിവസം നീ യേശുവിനെ പറ്റി മനസ്സിലാക്കും, നിനക്ക് മതങ്ങളോടുള്ള വിദ്വേഷം കാരണമാണ്, അല്ലെങ്കിൽ നിനക്ക് ഫണ്ടിങ് കാരണമാണ് നീ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. എനിക്ക് പൈസ ഒക്കെ ഇട്ടിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ എന്നിട്ട് ഒരു നല്ലൊരു ക്യാമറ പോലും വെച്ചിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഞാനിങ്ങനെ വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. നല്ലൊരു പെന്തക്കോസ്തുകാരനോട് അത്യാവശ്യം നോർത്തിലും സൗത്തിലും ഒക്കെ കുറേ പോയ ആൾക്കാരോട് ചോദിച്ചാൽ മതി, യഥാർത്ഥ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും. പെണ്ണുങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുതരും. ഞാനോടൊന്നും പറയേണ്ട ആവശ്യമില്ല. പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത്. രോഗശാന്തി ശുശ്രൂഷ, കാത്തിരിപ്പ് യോഗങ്ങൾ, അത്ഭുത ശുശ്രൂഷകൾ, എൻകൗണ്ടർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഉൾപ്പെടെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള വീഡിയോസും കൂടെ കാണുക. എന്നെ നിഷ്പക്ഷമായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മതത്തിൻ്റെയും ജാതിയുടെയും പാർട്ടിയുടെയും ഒന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ നിലപാടുകൾ എനിക്ക് പുറം ലോകത്തോട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാനലിൽ ഞാൻ തുടങ്ങിയത് പോലും. അതുകൊണ്ട് തന്നെ ഒരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കില്ല. എൻ്റെ നിലപാടുകൾ അതങ്ങനെ തന്നെ പറയും. അത് മുഖത്ത് നോക്കി ആരോടാണെങ്കിലും പറയും. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന എക്സാമ്പിളുകൾ പോലും എൻ്റെ കുടുംബത്തെ, എൻ്റെ വീടിനെ, എന്നെപ്പറ്റി തന്നെയാണ്. സോ കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.